അതെ, ആരോടും പറയരുതേ. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കഥയുടെ വൺ ലൈൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം. ഒരു കുടുംബം, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു കുടുംബം. ഇവർ മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ല. ഇവർ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കുടുംബത്തിലേക്ക് ഒരു കഥാപാത്രം കടന്നു വരുന്നു. ഇയാളാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു അഭയാർത്ഥിയെ പോലെയാണ് വന്ന് കയറുന്നത്. ഇയാൾക്കാണെങ്കിൽ കുടുംബമില്ല, കയറി കിടക്കാനായിട്ട് ഒരു വീടില്ല, അങ്ങനെ ഒരു അനാഥൻ. അങ്ങനെ ഇയാൾ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്, അതെ എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഇടം തരാമോ, ഞാനൊരു അനാഥനാണേ എന്നൊക്കെ പറയാം. അപ്പോൾ മനസ്സലിവ് തോന്നിയ ഗൃഹനാഥൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണോ? അയാൾ പറഞ്ഞു, അല്ല, ഞാൻ വേറെ മതത്തിൽപ്പെട്ട ആളാണ്. ഓക്കെ, നിങ്ങൾ മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിക്കുമോ? അതെ, ഞാൻ മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഔട്ട് ഹൗസ് തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾ ഈ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ, അയാൾ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഇയാൾ അവിടെ താമസമാക്കുന്നു. ഈ വീട്ടുകാർ ഇവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഇയാൾക്കും കൊടുക്കുന്നു. കാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അതെ എനിക്കൊരു കുടുംബം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ എനിക്ക് കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ നല്ല മനസ്സുള്ള വ്യക്തി ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം അയാളോട് പറയാണ്, ഓക്കെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു. അയാൾ വീണ്ടും ഔട്ട് ഹൗസിൽ തന്നെ താമസമാകുന്നു. വിവാഹശേഷം ഇവർ സ്വന്തമായിട്ട് ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണല്ലോ വേണ്ടേ. പിന്നെ ഇവർക്ക് കുട്ടികളൊക്കെ ആകുന്നു. ഇതിനിടയ്ക്ക് ഇയാൾ പതുക്കെ നൈസായിട്ട് മത്സ്യമാംസാദികളൊക്കെ അവിടെ വെച്ചുണ്ടാക്കി കഴിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഗൃഹനാഥൻ അറിയുന്നത്, താൻ അറിയാതെ ഇയാൾ അവിടെ മത്സ്യമാംസാദികൾ പാകം ചെയ്ത് കഴിക്കുന്നുണ്ടെന്ന് ഇയാൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പോയി ചോദിച്ചു, അന്നേ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയായത്, എനിക്ക് വേറെ കുടുംബമൊക്കെ ആയില്ലേ, അപ്പം ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിഷിദ്ധമല്ലല്ലോ, അപ്പം ഞങ്ങൾ കഴിക്കുന്നതിൽ എന്താ തെറ്റെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഗൃഹനാഥൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും നമ്മുടെ കുടുംബത്തിലെ കുട്ടീനല്ലേ ഇയാൾ കല്യാണം കഴിച്ചു, എന്തായാലും വീതം കൊടുക്കണമല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ വേണ്ടത് എവിടെ നിന്ന് അങ്ങോട്ട് അളന്നെടുത്തോളാൻ പറഞ്ഞു. അതായത് നമ്മുടെ മുള്ളംകൊല്ലി വേലായതിന് വലിയ നമ്പയാർ കൊടുക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം അളന്നെടുത്തോളാൻ പറഞ്ഞു. അങ്ങോട്ട് മാറിക്കണം. പിന്നെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ ഉണ്ടാക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇയാൾ സമ്മതിച്ചു. അങ്ങനെ ഇവർ താമസം മാറുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രശ്നം, അതായത് ഈ പേരക്കുട്ടികളുണ്ടല്ലോ, ഈ പേരക്കുട്ടികളുമായിട്ട് ഈ ഗൃഹനാഥന് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ ഇവർ താമസം മാറുന്ന സമയത്ത് ഗൃഹനാഥൻ പേരക്കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പോവോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങളുടെ തീരുമാനമാണ് പറഞ്ഞു. അപ്പോൾ ഈ പേരക്കുട്ടികൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളിവിടെ ഇതുപോലെ ഞങ്ങൾ മുത്തച്ഛൻ്റെ കൂട്ടത്തിൽ താമസിച്ചോളാം, ഞങ്ങളുടെ വീട് നീ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. അവരവരുടെ ഇഷ്ടപ്രകാരം അവർ വേറെ സ്ഥലത്തേക്ക് പോയി. ഈ കുട്ടി ഒരു കുട്ടി മാത്രമുള്ളേ, അങ്ങനെ കൂട്ടിക്കും. അങ്ങനെ ഈ കുട്ടി മുത്തശ്ശിയുടെ കൂട്ടത്തിൽ ജീവിക്കുകയാണ്. ഈ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിയ കുഴപ്പമില്ല, അതായത് അവരുടെ ആഹാര രീതിക്കനുസരിച്ചൊക്കെയാണ് ഈ കുട്ടിയും വളരുന്നത്. വളർന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചെങ്കരൻ തെങ്ങയെന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിക്കും വീണ്ടും മാംസം വേണം. അങ്ങനെ ആ കുട്ടി ആ ഇല്ലത്ത് തന്നെ മത്സ്യമാംസാദികൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ആ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാൻ പറ്റുകയുള്ളെന്ന് ആ കുട്ടി അങ്ങോട്ട് പിടിവാശി പിടിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇവിടം വരെയുള്ളൂ ഞാൻ ഈ കഥയുടെ ഓൺലൈൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കണം.